ഹായ് എവ്രി വൺ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാവുന്നത്, അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്നത് ഷോർട്ട് വീഡിയോസിലൂടെ ആയിരിക്കും. സോ എൻ്റെ ചാനലിൽ ഇടാൻ പോകുന്ന ആദ്യത്തെ ലോങ് വീഡിയോ ആയിരിക്കും ഇത്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോളാണ്, ഒരു ലോങ് ടേം യൂസ് റിവ്യൂവും കൂടെയാണ്. ലൈക്ക് ആമസോണിൽ നിന്നും അതുപോലെ നൈക്കയിൽ നിന്നും ഒക്കെ മേടിച്ച കുറേയധികം പ്രോഡക്ട്സ് എനിക്ക് കുറേ ഇഷ്ടമുള്ളതുണ്ട്, പിന്നെ എൻ്റെ റീസെൻറ്റ് പർച്ചേസസ് ഉണ്ട്. അതിൻ്റെ എല്ലാം കൂടെ ഒരു വലിയ ഹോൾ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താ പറയുക, ഷോർട്ട് വീഡിയോയിൽ എനിക്ക് കുറച്ച് മാത്രമേ എല്ലാ പ്രോഡക്ട്സിനെ കുറിച്ചും സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. അതെനിക്കൊരു ഭയങ്കര ലിമിറ്റേഷനായി തോന്നി ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ. ഒരു ലോങ് വീഡിയോ ചെയ്യാം, അപ്പോൾ എല്ലാത്തിനെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊരു ഒപ്പീനിയൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. സോ ദാറ്റ്സ് ഇറ്റ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ഇനി നമുക്ക് ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഞാൻ ഓൾമോസ്റ്റ് ഒരു എല്ലാം ഒരു 2-3 വീക്സ്, ഒരു 1 മന്ത് അടുപ്പിച്ച് ഞാൻ ഈ പ്രോഡക്ട്സ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. സോ ഇതിൽ ആദ്യത്തെ പ്രൊഡക്റ്റ്, ഐ ഹോപ്പ് യു ക്യാൻ സീ ക്ലിയർലി, ഇത് നിവ്യയുടെ ലിപ് ബാമാണ്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ്, നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്നൊരു ലിപ് ബാമാണ്. പക്ഷേ ഇത് എൻ്റെ ലൈഫിൽ ആദ്യത്തെ ലിപ് ബാമും കൂടെയാണ്. ഇതിൻ്റെ കുറേ പാക്കറ്റ്സ് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്, കുറേ ട്യൂബ്സ്. ഭയങ്കര നല്ല ലിപ് ബാമാണ്. വളരെ മൈൽഡായിട്ടുള്ളൊരു ടിൻറ്റും എന്നാൽ ആവശ്യത്തിന് നറിഷ്മെൻറ്റും ഒക്കെ കിട്ടുന്ന ഒരു സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ, ഞാൻ കോളേജ് ഗോയിങ് എന്ന് പറയുന്നില്ല, ബട്ട് സ്കൂൾ ഗോയിങ് ചിൽഡ്രനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു വളരെ ലൈറ്റ് ഒരു ടിൻറ്റും എന്നാൽ അതിൻ്റെ ഒരു ഓവർ പഞ്ചൻ്റ് അല്ലാത്തൊരു സ്മെല്ലും എല്ലാം. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ലിപ് ബാമാണ് ഈ നിവ്യയുടെ ലിപ് ബാം എന്ന് പറയുന്നത്. അത് അഫോർഡബിളുമാണ്, അധികം പ്രൈസ് അതിനില്ല കടയിലൊക്കെ പോയി വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതെനിക്ക് ഓഫറിന് കിട്ടിയതാണ് ഇത്. പക്ഷേ എന്തായാലും ഒരു 150-200 ഇതിൻ്റെയൊക്കെ റേറ്റ് വരിക. ഇത് കുറേ എന്താ പറയുക, ഫ്ലേവേഴ്സ് കൈൻഡ് ഓഫ് കളേഴ്സ് ടിൻറ്റിൽ അവൈലബിൾ ആണ്. ഇതിപ്പം ചെറിയാണ്, ഞാനിതിൻ്റെ സ്ട്രോബെറി ട്രൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറൊരു ന്യൂഡ് ഷെയ്ഡുണ്ട്, അതേതാണെന്ന് ഞാൻ മറന്നുപോയി. പിന്നെ അതുപോലെ ഒരു സോഫ്റ്റ് റോസ് എന്ന് പറഞ്ഞിട്ട് അതൊരു നല്ലൊരു രസമുള്ളൊരു കളറാണ്, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. സോ എല്ലാം അത്യാവശ്യം നല്ലതാണ്. ഓക്കെ, അഫോർഡബിളാണ്, ബട്ട് സ്റ്റിൽ എ ക്വാളിറ്റി പ്രോഡക്റ്റ് എന്നത് റീസെൻ്റായി വാങ്ങിയതിൻ്റെ മാത്രമാണ്. അതിനുശേഷം പിന്നെ ഇപ്പം ഈ റീസെൻ്റായിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത്, ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു നൈക്ക ഹോളായിട്ടൊരു 3 തിങ്സ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഇതിന് പറയുന്നുണ്ടാവും. സോ റീസെൻ്റായി വാങ്ങിയ മറ്റൊരു പ്രോഡക്റ്റാണ് ഈ ഷാംപൂ, ഡോവിൻ്റെ ഈ ഷാംപൂ. ഈ ഷാംപൂ ഡ്രൈനെസ് കെയർ എന്നാണ് ഈ ഷാംപൂവിൻ്റെ പ്രത്യേകത. അപ്പോൾ എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു ഫ്രിസ്സി കൈൻഡ് ഓഫ് ഒരു ഹെയറാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രൈനെസ് കെയർ എന്ന് പറഞ്ഞ ഷാംപൂ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഡോവിൻ്റെ പല ഷാംപൂസും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഏകദേശം സ്ഥിരമായിട്ട് ഈ ബ്രാൻഡാണ് ഉപയോഗിക്കാറുള്ളത് ഷാംപൂസിൻ്റെ കേസിൽ. ഭയങ്കര നല്ലൊരു ഷാംപൂ ആണ്. ഒരുമാതിരി ഓവറായിട്ട് ഇങ്ങനെ നമുക്കൊരു കെമിക്കൽ ഫീല് വരുമല്ലോ ഉപയോഗിക്കുമ്പോൾ ചില സമയത്ത്, അങ്ങനെയുള്ളൊരു ഫീലോ അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മളെ ഭയങ്കര ഒരു സ്മെല്ലോ, അല്ലെങ്കിൽ അഥവാ ഇപ്പോൾ ഷാംപൂ നമ്മുടെ സ്കിന്നിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ബേണിങ് സെൻസേഷനോ ഒന്നും ഈ ഡോവിൻ്റെ ഷാംപൂസ് തരാറില്ല. ഭയങ്കര മൈൽഡ് ആൻഡ് ഒരു ക്ലാസി ഫീലാണ് ഈ ഷാംപൂസിന്. സോ ഇതിന് അധികം വിലയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എനിക്ക് തോന്നുന്നു എത്ര ഗ്രാമാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് 185 റുപ്പീസിൻ്റെയാണ്. പക്ഷേ ഇതിനേക്കാൾ താഴെ ഒരു 100 റുപ്പീസിനകത്തുണ്ട് ഇതിൻ്റെ ഒരു ചെറിയ പാക്ക്. അപ്പം അഫോർഡബിളായ റേറ്റിൽ ഒരു സ്റ്റാൻഡേർഡ് ഷാംപൂ കിട്ടും. അതാണ് ഈ ഷാംപൂ. ആൻഡ് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷാംപൂ ആണ്, കുറേ നാളായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. സോ അതിൻ്റെ കൂടെ വാങ്ങിയ മറ്റൊരു പ്രൊഡക്റ്റാണ് ഇത്. സോറി, തലതിരിഞ്ഞു പോയി. ഓക്കെ, ഇത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ടീ ട്രീയുടെയും വെറ്റിവറിൻ്റെയും ബോഡി വാഷാണ്.
ഓക്കെ, ഇത് ഞാൻ കുറേ ഇൻഫ്ലുവൻസസിനെ കണ്ട് തന്നെയാണ് ഞാനും വാങ്ങിയത്. ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് എന്നുള്ള ഒരു ബ്രാൻഡിനെ കേട്ടു. അതൊരു നല്ല മൈൽഡായിട്ടുള്ള ഒരു ഓർഗാനിക് ബോഡി വാഷ് എന്നുള്ള നിലയിലാണ് ഞാനും വാങ്ങിയത്. അപ്പം ഈ വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ ഡേയ്സിലൊന്നും എനിക്കൊരു വലിയ ഇമ്പ്രഷനൊന്നും ഉണ്ടായില്ല. ബിക്കോസ് ഐ ഫെൽറ്റ് ലൈക്ക് ഇറ്റ് ഇസ് ഓക്കെ അത്രേ തോന്നിയുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ഡോവിൻ്റെ ബോഡി വാഷ് ആയിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സോ ഐ ഫെൽറ്റ് ഇറ്റ് ബെറ്റർ. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര മൈൽഡായിട്ട് തോന്നി. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും വളരെ സ്കിന്നിനോട് ഒരുപാട് ജെൻറ്റിലായിട്ട് എനിക്ക് തോന്നി. അതെനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇതിനൊട്ടും ഇത് ഫ്രേഗ്രൻസ് ഫ്രീ ആണെന്ന് പറയുന്നത്, ഇതിന് ഫ്രേഗ്രൻസ് ഉണ്ട്. പക്ഷേ ഇത് ഈ ഒറിജിനൽ ഇതിനകത്തുള്ള കോണ്ടൻറ്റാണ് ഇതിൻ്റെ ഫ്രേഗ്രൻസ് ആയിട്ട് വരുന്നത്. അത് പക്ഷേ ഭയങ്കര നല്ലൊരു കാര്യമാണ്. ആദ്യമൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിനൊക്കെ എനിക്ക് ഭയങ്കര ഫ്രേഗ്രൻസ് വേണം. ഒരു തലവേദന ഉണ്ടാക്കുന്ന ഫ്രേഗ്രൻസ് അല്ല, ബട്ട് സ്റ്റിൽ എ ഗുഡ് ഫ്രേഗ്രൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഇതിന് ഫ്രേഗ്രൻസേ ഇല്ല. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫ്രേഗ്രൻസ് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഒരു മരുന്നിൻ്റെ പോലത്തെ ഒരു മണമാണ് വരുന്നത്, പക്ഷെ ഇഷ്ടപ്പെടാൻ തോന്നി. പിന്നെ ഇത് ഭയങ്കര മൈൽഡാണ്. ഓക്കെ, അത് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് നല്ലതായിട്ട് തോന്നി. സോ ഇറ്റ്സ് എ ഗുഡ് എന്താ പറയുക ഓപ്ഷൻ. പിന്നെ ഇത് 400 ml ഒരു അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത്. സോ ആ ഒരു റേറ്റിൽ സത്യം എനിക്കിത് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു അഫോർഡബിൾ റേറ്റിലാണ് ഈ ഒരു 400 ml വരുന്നത്. അപ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് നിൽക്കും. അപ്പോൾ ഇതൊരു അഫോർഡബിൾ ഓപ്ഷനാണ് ഈ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാന്റിൻ്റെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ്. അതിൻ്റെ കൂടെ വാങ്ങിയ മൂന്നാമത്തെ ഐറ്റമാണ് ഇത്. ഓക്കെ, നമുക്ക് കാണാവൂ. ഓക്കെ, അതിൻ്റെ കൂടെ വാങ്ങിയ മൂന്നാമത്തെ ഐറ്റമാണിത്. ഇത് ഡോവിൻ്റെ 10-in-1 റിപ്പയർ മാസ്കാണ്, ഹെയർ മാസ്കാണ്. അപ്പോൾ ഇത് ഭയങ്കര വൈറലായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അത് കണ്ട് തന്നെയാണ് ഞാനും വാങ്ങിയത്. ബിക്കോസ് ഒരു ഹെയർ മാസ്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം കുറേ നാളായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡോവിൻ്റെ പ്രോഡക്ട്സ് കുറേ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. ആൻഡ് ഐ വാസ് സോ എക്സൈറ്റഡ് അബൌട്ട് ട്രൈങ് ഔട്ട് ദിസ് പ്രൊഡക്റ്റ്. എനിക്ക് പറയാനുള്ളത്, ഈ പ്രൊഡക്റ്റ് ഒരു വൈറ്റ് ഒരു ക്രീമി കണക്കാണ് വരുന്നത്, മിക്ക ഹെയർ മാസ്ക് പോലെ. ഓക്കെ, ഞാൻ കാണിക്കാം. സോ ഇത് നല്ലൊരു ഓപ്ഷനാണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ഇതിനൊരു ഏകദേശം ഒരു 250 റുപ്പീസ് എന്തോ ഉണ്ട് ഇതിൻ്റെ വില. സോ അത്രയും മാത്രം ഉള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് നല്ല ഒതുങ്ങിക്കിടക്കും, മുടി ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കും. എൻ്റെയൊക്കെ ഭയങ്കര ഫ്രിസ്സി ഹെയറാണ്, അതിനെയൊക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യും. അത് തീർച്ചയായിട്ടും പറയേണ്ട കാര്യമാണ്. പക്ഷേ ഇത്രയും ഒരു രൂപയ്ക്കുള്ളതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ അഫോർഡബിൾ ഓപ്ഷൻസ് കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. എനിക്കതിനോട് പൂർണ്ണമായിട്ടൊരു യോജിപ്പില്ല. പക്ഷേ അത് പ്രോമിസ് ചെയ്യുന്ന എല്ലാം അത് പാലിക്കുന്നുണ്ട് ആ പ്രോഡക്റ്റ്. ആൻഡ് ഡോവിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. എനിക്ക് പറയാനുള്ള വേറൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാക്കേജിംഗ് ആണ്. അതിൻ്റെ പാക്കേജിങ് മിക്ക ഹെയർ മാസ്കുകളും ഇങ്ങനെ തന്നെയാണ് വരുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ കണ്ടീഷണേഴ്സൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ബോട്ടിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് ഒരു മെസ്സി ആകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടിയിലിട്ടിട്ട് വീണ്ടും നമ്മൾ അതേ കൈ കൊണ്ട് തന്നെയാണ് എന്താ പറയുക അടുത്ത സ്കൂപ്പ് എടുക്കുന്നത്. അപ്പം അത് കുറച്ച് മെസ്സി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ബോട്ടിൽ പാക്കേജിങ് കണ്ടീഷണേഴ്സിൻ്റെ ഒക്കെ വരുന്ന അതാണ് എനിക്ക് കൂടുതലിഷ്ടം. സോ അങ്ങനെ ഒരു കാര്യം പറയാനുണ്ട്. അതർ ദാൻ ദാറ്റ് ഇറ്റ്സ് ഓൾസോ വർത്ത് ഇറ്റ്. എനിക്കിഷ്ടപ്പെട്ടു. ഒരു ഹെയർ മാസ്കിൻ്റെ യൂസ് കണ്ടീഷണറേക്കാൾ എന്തുകൊണ്ടും കുറച്ചും കൂടെ നല്ല രീതിയിൽ നമ്മുടെ മുടിയെ നമ്മുടെ ഹെയറിൻ്റെ ഫ്രിസ്സൊക്കെ കുറച്ച് ഒരു ചെറിഷ്ഡ് ഫീലിംഗ്, ഒരു ലൈഫ് അത് ഫീൽ ചെയ്യും. ഓക്കെ, അത് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ സൂഡിയോയിൽ പോയപ്പോൾ വാങ്ങിയ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. സൂഡിയോ മേക്കപ്പ് ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് വാങ്ങി കുറച്ച് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. സോ സൂഡിയോയിൽ പോയപ്പോൾ ഞാൻ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് വാങ്ങി. സോ ലെറ്റ് മീ ടെൽ യു ദ റിവ്യൂ ഓഫ് ദോസ്. സോ ആദ്യം വാങ്ങിയത് ഈ ഒരു പർട്ടിക്കുലർ ലിപ് ഷെയ്ഡാണ്. ഇതാണ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. സോ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് വാങ്ങിയത്. ഇതിന് വന്നത് ഐ തിങ്ക് 149 റുപ്പീസ് ആയിരുന്നു എന്ന് തോന്നുന്നു. ക്വൈറ്റ് അഫോർഡബിൾ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം.
ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. ഇത് ആക്ച്വലി ഈ 149 നല്ലൊരു ഫോമുലയാണ്, അതെനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇറ്റ്സ് എ വെരി നൈസ് ഫോമുല. പക്ഷേ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ കാരണം ഞാനത് ഇട്ടുകൊണ്ടേ ഇരിക്കാറുണ്ട്. പക്ഷേ ഇത് ഈ ഒരു ഷെയ്ഡ്, അത് ഞാൻ ഷെയ്ഡ് സെലക്ട് ചെയ്തതിൻ്റെ കുഴപ്പമാണ്. എൻ്റെ ലിപ്സിനെ ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നുണ്ട്. എനിക്ക് ലിപ്സിൽ എന്തോ ഒരു പാട് വന്ന പോലെയാണ് ഇതിട്ട് കഴിയുമ്പോൾ ഇരിക്കുന്നത്. അതാണ് ഞാൻ ഷെയ്ഡ് ചൂസ് ചെയ്തത് മാറിപ്പോയി. എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഇതെടുത്തതാണ്. പക്ഷേ ഇത് എനിക്ക് റോങ് ഷെയ്ഡായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര നല്ല ഷെയ്ഡായിരിക്കും. എനിക്ക് ഈ കളർ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഇതെടുത്തതാണ്. ഓക്കെ, സോ എനിവേ ഇത് ഒരു 149 ഇതിൻ്റെ ഫോർമുല ഈസ് സോ ഗുഡ്. ഓക്കെ, ഇതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ടല്ലോ, ആ ഒരു ടെക്സ്ചർ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോഴും എൻ്റെ ലിപ്സ് വാഷ് ഔട്ട് ആകുന്നു എന്ന് എനിക്ക് തോന്നിയിട്ട് പോലും ഞാൻ ഇപ്പോഴും ഇത് വേറെ ഏതെങ്കിലും ഒക്കെ ആയിട്ട് ലിപ് ഷെയ്ഡ്സ് ഒക്കെ ആയിട്ട് പെയർ ചെയ്ത് ഇട്ടൊന്ന് ഓക്കെ ആക്കാൻ വേണ്ടി ഞാൻ നോക്കാറുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഫോമുല ഇസ് സോ നൈസ്. ഭയങ്കര ബട്ടറി സ്മൂത്താണ്. അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. പിന്നെ ഇത് പിഗ്മെൻറ്റഡ് ആണ്, അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, പക്ഷെ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ ചൂസ് ചെയ്തത് മാറിപ്പോയി. ഇനി ഞാൻ സൂഡിയോയിൽ നിന്ന് വാങ്ങിയ വേറൊരു ലിപ് പ്രോഡക്റ്റ് ആണ് ഇത്. ഓക്കെ, ഇത് സൂഡിയോ ഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ് ഗ്ലോസ് ആണ്. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സാധനമാണ്. ബിക്കോസ് അത് ഭയങ്കര ഇതിന് പ്രശ്നങ്ങളുണ്ട്, ഇതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പ്രശ്നങ്ങൾ പറഞ്ഞുതരാം. പക്ഷേ ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്ന എൻ്റെ ലിപ്പിലിട്ടിരിക്കുന്ന ഇതാണ്. ഇതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതാണ് ഇപ്പം ലിപ്പിലിട്ടിരിക്കുന്നതാണ്. കാരണം എനിക്കിതിൻ്റെ ഒരു ഫോമുല ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ സൂഡിയോയിൽ നിന്ന് വാങ്ങിയ 2 ലിപ് പ്രോഡക്റ്റിൻ്റെ ഫോമുല ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കൊരു വളരെ മൈൽഡായിട്ടുള്ളൊരു ഗ്ലോസി ടച്ചുള്ളൊരു കളർ കിട്ടുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം അങ്ങനെ എനിക്ക് ഇതിൻ്റെ ഒരു ഷെയ്ഡും അതിൻ്റെ ഒരു ഗ്ലോസിനെസ്സും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അതിനോടൊരു ഇഷ്ടം തോന്നിയ കാരണമാണ് ഞാൻ ഈ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഏറ്റവും ഈ സൂഡിയോയിൽ നിന്ന് വാങ്ങിയ എല്ലാ പ്രൊഡക്ട്സിലും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ലിപ് ഗ്ലോസ് ആണ്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ദിസ് ഈസ് ലൈക്ക് ടു തിൻ ടു ബി എ ലിപ് ഗ്ലോസ്. അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഈ മറ്റൊരു ലിപ് ബാം ഉണ്ട് ഇതുപോലത്തെ ടെക്സ്ചറിൽ തന്നെ. ആ ലിപ് ബാമും ഈ ലിപ് ഗ്ലോസുമായിട്ട് ബെയർലി എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇത് ടു തിന്നാണ്, ഭയങ്കര തിന്നാണ്. പിഗ്മെൻറ്റേഷനും വളരെ ലൈറ്റാണ്. നമ്മൾ ലിപ് ഗ്ലോസിനൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു റെനയുടെ ലിപ് ഗ്ലോസ് ഉണ്ട്, ഓ ബോയ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ട്. നല്ല ലിപ് ഗ്ലോസ് ആണ്. ഞാനത് പിന്നെ ഏതെങ്കിലും ഒരു ദിവസം അതിൻ്റെ റിവ്യൂ പറയാം. സോ ആ ലിപ് ഗ്ലോസിൻ്റെയൊക്കെ അത് നല്ലൊരു പിഗ്മെൻറ്റേഷനാണ് തരുന്നത്. ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പിഗ്മെൻറ്റേഷനോട് വളരെ നിയർ ആയിട്ടുള്ള ഒരു പിഗ്മെൻറ്റേഷൻ തന്നെ തരും. അതിനാകെ എനിക്കൊരു ഡിഫറൻസ് തോന്നിയിട്ടുള്ളത് അത് അത്രയും നേരം നിൽക്കാറില്ല എന്ന് മാത്രമാണ്. പക്ഷേ ഇത് ടു തിന്നാണ്, അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത് ഭയങ്കര നല്ല ഷെയ്ഡാണ്. ഓക്കെ, നല്ല ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ ഫാബുലസ് ഷെയ്ഡ്, പറയാതിരിക്കാൻ വയ്യ. ഈ ഒരു ഷെയ്ഡ് അടിപൊളി ഷെയ്ഡാണ്. പക്ഷേ ടു തിൻ ടു ബി എ ലിപ് ഗ്ലോസ് ആണ്. കുറച്ചും കൂടെ പിഗ്മെൻറ്റഡ് ആകാനായിരുന്നു, കുറച്ചും കൂടെ കട്ടിയുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് ബെസ്റ്റ് ആയിരുന്നേനെ. ഞാനിതിന് നിങ്ങൾക്ക് എൻ്റെ ലിപ്സിൽ ഇട്ടിട്ട് ക്ലിയർ ആവുന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഷെയ്ഡ് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ഷെയ്ഡാണ്. ഓക്കെ, കാണുമ്പോൾ തോന്നില്ല, കാണുമ്പോൾ ഇറ്റ് ഇസ് പെർഫെക്റ്റ്ലി ഫൈൻ. പക്ഷേ ഇത് നല്ല തിന്നാണ്. അത് നമ്മൾ ലിപ്സിൽ ഇട്ട് കഴിയുമ്പോഴേ നമുക്ക് തോന്നും ഒരുപാട് അപ്ലൈ ചെയ്യേണ്ടി വരും. ലിപ്സിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഒരുപാട് അപ്ലൈ ചെയ്യേണ്ടി വരും. ആൻഡ് ഒരുപാട് അപ്ലൈ ചെയ്താൽ തന്നെ അതൊരു ഓവർ ഗ്ലോസിനെസ്സിലോട്ട് പോകും. സോ ഇതിൻ്റെ ഒരു മൈൽഡായിട്ട് നമുക്ക് നിർത്താനും പറ്റില്ല. സോ അതാണ് ഈ ഒരു ലിപ് ഗ്ലോസിൻ്റെ ഒരു മേജർ പ്രശ്നം. ഓക്കെ, അതെന്താ വെച്ചാൽ അതിൻ്റെ ഫോമുലയും എല്ലാം എനിക്ക് ഭയങ്കര സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയ ഒരു കാര്യം കൂടെ ഉള്ളൂ. അത് ഈ അല്ല, അത് നെയിൽ പോളിഷാണ്. സോ യാ, ഈ ഒരു നെയിൽ പോളിഷാണ് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയ വേറൊരു കാര്യം. ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്.
സോ ഈ ഒരു നെയിൽ പോളിഷാണ് സുഡിയോയിൽ നിന്ന് വാങ്ങിയത്. 79 ഉള്ളൂ. അതിന് വളരെ അധികം അഫോർഡബിൾ ആണ്, അത് ഞാൻ പറയാം. ഇത് പെട്ടെന്ന് ഇളകി പോകുവേ, അതായത് ഇത് ഇളകി പോകാനൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് പോകും. പക്ഷേ ഇതിൻ്റെ ഒരു ഫിനിഷിങ്, ഇതിൻ്റെ ഒരു ജെൽ നെയിൽ പോളിഷ് എഴുതിയിട്ടുണ്ട്, ജെൽ ടെക്സ്ചർ എല്ലാം കൊണ്ട് ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ആ പർട്ടിക്കുലർ റേറ്റ് വളരെ നല്ലൊരു ഓപ്ഷനാണ്. നല്ലൊരു ഓപ്ഷൻ എന്നല്ല, എനിക്കറിയില്ല, ആ റേറ്റിന് എനിക്ക് ഇതിനേക്കാൾ നല്ലൊരു നെയിൽ പോളിഷ് കിട്ടിയിട്ടേ ഇല്ല. ഗ്രീസി ഫിനിഷ് തരുന്നതൊക്കെ ഇതിനേക്കാൾ റേറ്റ് ഉണ്ട് മിക്കതിനും. പക്ഷേ ഇതിന് റേറ്റ് കുറവാണ്, എന്നാൽ ഇത് കമ്പാരിറ്റീവ്ലി നല്ലൊരു ടെക്സ്ചർ തരുന്നുണ്ട്. ഫിനിഷൊക്കെ അടിപൊളിയാണ്, പക്ഷെ കുറച്ച് ദിവസം നിൽക്കും. സോ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഫൈനൽ തിങ്സ്. ഇത് എനിക്ക് കുറേ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളാണ്. ഇതും എൻ്റെ റീസെൻറ്റ് പർച്ചേസസിലുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു നല്ല പ്രോഡക്റ്റ്സ് എന്ന് ഞാൻ പറയുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. ഓക്കെ, സോ ഇതിൽ ആദ്യത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതിൽ റിവ്യൂ ഇട്ടിട്ടുള്ള കാര്യമാണ്, പക്ഷെ അത് ഞാൻ ഇൻസ്റ്റൻറ്റ് റിവ്യൂ ആണ് ഇട്ടത്. ഇതൊരു ലോങ് യൂസ് റിവ്യൂ ആണ്. ഇത് ഓൾമോസ്റ്റ് 1 മന്ത് കഴിഞ്ഞോ 2 മന്ത്സ് ആയോ, 1 മന്ത് കഴിഞ്ഞു എന്തായാലും. ഓക്കെ, സോ ഇതാണത്. സ്വിസ് ബ്യൂട്ടിയുടെ കിസ് കാൻറ്റി ലിപ് ബാം. പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ്. ഇതിന് അത്രയ്ക്ക് റേറ്റ് ഒന്നുമില്ല. ഒരു എനിക്കിത് കിട്ടിയത് ഒരു 100 രൂപയ്ക്കകത്താണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം അതിനൊരു 113 115 രൂപ അങ്ങനെ എന്തോ ആണ്. എന്തായാലും ഒരു 115 120 നിങ്ങൾക്ക് എന്തായാലും കിട്ടും. സ്വിസ് ബ്യൂട്ടിയുടെ കിസ് കാൻറ്റി ലിപ് ബാം അടിപൊളി ലിപ് ബാമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു ഫോർമുല ഈസ് ലൈക്ക് വാവ്, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഗോ ടു ലിപ് ബാമാണ്. എപ്പോഴും ഞാൻ ഇതാണ് ഇടാറുള്ളത്. എനിക്കിതിനോട് ഭയങ്കര ഒരു ഒബ്സെഷനായി മാറിയിട്ടുണ്ട്. അത് നമ്മുടെ ലിപ്സിനെ ഭയങ്കര മോയിസ്റ്റാക്കി വെക്കും. എൻ്റെ ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോഴാണ് നാട്ടിൽ, അതിനു മുമ്പ് ഞാൻ ഡൽഹിയിലാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് കാരണം എപ്പോഴും ഇങ്ങനെ തൊലി ഇളകിക്കൊണ്ടേയിരിക്കും. ആ സ്കിൻ പീൽ ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ പീൽ ഓഫ് ചെയ്തുകൊണ്ടും ഇരിക്കും. അപ്പം നല്ല രസമായിരുന്നു കാണാൻ. അപ്പം ഇത് വളരെ പെട്ടെന്നാണ് അതിനെ റെജുവിനേറ്റ് ചെയ്ത് ഒരു ബെറ്റർ കണ്ടീഷനിലോട്ടാക്കിയത്. സോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് വാങ്ങിയത്, ഞാൻ ആ റിവ്യൂവിൽ പറയുന്നുണ്ട്, റോഡ്സ് ലിപ് ബാമിൻ്റെ ഡ്യൂപ്പായിട്ടാണ്, ഹെയ്ലി ബീബറിൻ്റെ. പക്ഷേ എനിക്കറിയില്ല, ഞാൻ റോഡ്സ് ഉപയോഗിച്ചിട്ടില്ല. റോഡ്സിന് ഭയങ്കര വിലയല്ലേ. സോ ഇത് അതിൻ്റെ ഒരു അഫോർഡബിൾ ഡ്യൂപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ വാട്ട് എവർ, ഇതിൻ്റെ ഒരു ഫോർമുല, ടെക്സ്ചർ എല്ലാം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ലിപ് ബാമിൻ്റെയും കൂട്ടല്ല. ഭയങ്കര ഗ്ലോസിയാണ്. എൻ്റെ കയ്യിൽ വേറെ പല ലിപ് ബാംസ് ഉണ്ട്, പക്ഷെ അതെല്ലാം ഒരു ഗ്രീസി ഫിനിഷാണ് നമുക്ക് തരുന്നത്, ഒരു ഓയിൻമെൻറ്റ് ഇടുന്ന പോലത്തെ ഒരു ഗ്രീസി ഫിനിഷ്. ബട്ട് ഇത് ഈ ഒരു റേറ്റിന് വളരെ നല്ലൊരു ഫോർമുലയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിപ് ബാമാണ്. ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. നിങ്ങളൊക്കെ ഡ്രൈ ലിപ്സോ പീൽ ഓഫ് ലിപ്സ് ഒക്കെ ഉള്ളവർ ഇതെന്തായാലും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് അത്രയ്ക്ക് വിലയില്ലല്ലോ. ഇനി എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു പ്രൊഡക്റ്റ് ഇതാണ്. ഇത് ഭയങ്കര കുഞ്ഞാണ്, കാണാൻ തന്നെ പറ്റുമോ ഇതിൻ്റെ പേര്? ഓക്കെ, ഇവിടെയാണ്. ഓക്കെ, സോ ഇത് ഞാൻ പറയാം ഇതിൻ്റെ പേര്. ഡോട്ട് ആൻഡ് കീ വൈറ്റമിൻ C+E സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഷോർട്ടാണ്. ഇതൊരു ലോങ് യൂസ് റിവ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഒരു ഭയങ്കര ജെൽ ലൈക്ക് ടെക്സ്ചറാണ് ഇതിനുള്ളത്. നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇങ്ങനെ ഒരു ലൈറ്റ് യെല്ലോ കളറാണ്. പെട്ടെന്നാണത് സ്കിന്നിൽ അബ്സോർബായി പോകുന്നത്. ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു ലൈറ്റ് വെയ്റ്റ് ക്രീമാണ്. ആൻഡ് അതൊരു ഗ്ലോ നൽകും, പെട്ടെന്നൊരു ഗ്ലോ നൽകും. ഈ ഒരു വൈറ്റമിൻ സിയും ഇയും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നൽകും. ഇട്ട് കഴിയുമ്പോൾ നമ്മൾ സ്കിന്നിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്നേ നമുക്ക് തോന്നില്ല. എന്നാൽ
ഇറ്റ് ഗിവ്സ് സംതിങ് വിച്ച് ഈസ് എക്സ്ട്രാ ഓർഡിനറി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെന്തായാലും ഒരു വലിയൊരു പാക്കറ്റ് വാങ്ങണം. ഇത് ഞാൻ സ്പിറ്റിൽ നിന്ന് ട്രയൽ പാക്ക് വാങ്ങിയതാണ്. ഒരു വലിയ പാക്ക് വാങ്ങാൻ, ട്രയൽ ചെയ്ത് നോക്കാൻ. സോ ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. അതൊരു ഈ പറഞ്ഞ ഇതൊരു മോയ്സ്ചറൈസർ മാത്രമല്ല, ഇത് മോയ്സ്ചറൈസർ ഒരു ഹൈഡ്രേറ്റിംഗ് ഇഫക്റ്റിൻ്റെയും കൂടെ ഇറ്റ് ഗിവ്സ് ദറ്റ് സംതിങ് എക്സ്ട്രാ, എക്സ്ട്രാ ഓൺ അവർ സ്കിൻ, ദറ്റ് എക്സ്ട്രാ ഗ്ലോ. അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റാണ്. സോ ഇനി ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് ഇതാണ്. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ്. ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ഞാൻ പല തവണ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പോയിട്ട് ഇതിന് വരാനുള്ള യോഗ ഇല്ലേ എന്തോ, ഇത് വരാറില്ലായിരുന്നു. എന്തോ കൊണ്ട് ഇതിങ്ങനെ തട്ടി തട്ടി പോയിക്കൊണ്ടിരുന്നു. സോ ഫൈനലി ഇത് വീഡിയോയിൽ വന്നിരിക്കുകയാണ്. അക്വാലോജിക്കയുടെ ഹൈഡ്രാ ജെൽ മോയ്സ്ചറൈസർ. ഞാൻ എടുത്തിരിക്കുന്ന അവക്കാഡോയും സെറാമൈറ്റ്സും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ്. ഇത് വേറെ 2 കോമ്പിനേഷനിലുണ്ട്. എനിക്ക് ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ, അതിന് വേണ്ടിയിട്ടാണ് ഈ പർട്ടിക്കുലർ കോമ്പിനേഷൻ. അപ്പോൾ അത് ഡ്രൈയും സെൻസിറ്റീവ് സ്കിന്നും ആയതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. വേറൊരു എൻ്റെ ഒരു ഓർമ്മയിൽ നോർമലിനും കോമ്പിനേഷനും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ സൈഡിലായിട്ട് കൊടുത്തേക്കാം പിക്ചേഴ്സ്. സോ അതൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു ഹൈഡ്രേറ്റിംഗ് ആണ് ഇതിൻ്റെ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ഹൈഡ്രാ ബോംബാണ് എന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്. ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര പ്ലംബാക്കും. ഇത് നമ്മളിങ്ങനെ ഓർത്തില്ല, ഭയങ്കര സപ്പിൾ നമുക്കിങ്ങനെ തൊട്ടറിയാൻ പറ്റുന്ന അതുപോലൊരു ഇതാക്കും ഇത്. ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. ആൻഡ് എന്നെപ്പോലത്തെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇറ്റ്സ് എ മസ്റ്റ് ഹാവ്. നിങ്ങൾ സത്യമായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഇറ്റ്. ജെൽ ലൈക്ക് ടെക്സ്ചറാണ്, ഒട്ടും വെയിറ്റ് ഇല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യും. ആൻഡ് വളരെ പെട്ടെന്ന് ആ ഹൈഡ്രേറ്റിംഗ് ദറ്റ് സപ്പിൾ ഗ്ലോ നമുക്ക് തരും. ഭയങ്കര നമ്മൾ ഒരുപാട് വെള്ളത്തിൽ മുഖം കഴുകി കഴിയുമ്പോഴുള്ള ഒരു ഫീല് തരും ഇത്. ഭയങ്കര ഞാൻ പല ഹൈഡ്രേറ്റിംഗ് ജെൽ ഉപയോഗിച്ചിട്ട് അവസാനം എത്തി നിൽക്കുന്നതാണ് ഇതിനി എന്തായാലും മാറ്റില്ല. പക്ഷേ അതും ഫേവറേറ്റ് ആണ് കേട്ടോ, ഡോട്ട് ആൻഡ് കീയുടെ. ബട്ട് സ്റ്റിൽ ഹൈഡ്രേറ്റിങ്ങിന് ഇതാണ് ദ ബെസ്റ്റ്. ഇത് നിങ്ങളൊരു പ്രോപ്പർ ഹൈഡ്രേറ്റിംഗ് ക്രീമാണ് ഇത്. ഓക്കെ, അതിൽ കൂടുതൽ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇതൊരു ഹൈഡ്രേഷൻ ആൻഡ് ഗിവ്സ് യുവർ സ്കിൻ ദാറ്റ് എന്താ പറയുക, ഒരു മരുഭൂമിയിലൊരു മഴ. അതാണ് ഈ ക്രീം. അത്രേ എനിക്ക് പറയുള്ളൂ. ഇതിനൊരു ജെല്ലായി ടെക്സ്ചറാണ്, ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ഈ ക്രീമിൻ്റെ ഒരു ടെക്സ്ചർ. ഭയങ്കര രസമാണ്. അത് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്ന് എനിക്കറിയില്ല, ഭയങ്കര സപ്പാകും സ്കിൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഫീൽ. അതുകൊണ്ട് ക്രീം ഇടാൻ ഭയങ്കര മടിയുണ്ടായിരുന്നു. ഞാൻ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഈ ക്രീം ഇടും. സോ ഇറ്റ്സ് നല്ലൊരു ക്രീമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്രീമാണ്. എന്തായാലും റീപർച്ചേസ് ചെയ്യാൻ പോകുന്നൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ വില എനിക്ക് തോന്നുന്നൊരു 350 അടുപ്പിച്ച് എന്തോ ഇതിന് വിലയുണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളൊരു പാക്കാണ്. നിങ്ങൾക്ക് ഏകദേശം ഒരു 2.5-3 months എന്തായാലും ഇതുകൊണ്ട് പോകും. സോ ലിറ്ററലി ഒരു മാസം ഒരു 100-120 രൂപയൊക്കെ വരുന്നുള്ളൂ. സോ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഞാൻ പൂർണ്ണമായിട്ടും പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ എൻ്റെ ഇന്നത്തെ ഹോൾ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് മുഴുവൻ പ്രോഡക്ട്സും ഞാൻ കാണിച്ച് തീർത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി വേറെ കുറേ പ്രോഡക്ട്സും കൂടി ഉണ്ട്. സോ അതെല്ലാം കുറച്ച് ദിവസം കൂടെ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് വിശ്വാസം വരുമ്പോൾ അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വെൻ ഐ ടോട്ടലി ട്രസ്റ്റ് എ പ്രൊഡക്റ്റ്, ഐ ഡെലിവർ ഇറ്റ് ടു യു. ഇറ്റ്സ് ജെന്യുവൻ ഫീഡ്ബാക്സ്. അതിൻ്റെ ഏറ്റവും ജെന്യുവനായ അഭിപ്രായം മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. അല്ലാതെ ഞാൻ വെറുതെ ഒന്നും പറയാറില്ല. ഏറ്റവും കൂടുതൽ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു
വിലയിരുത്തൽ നടത്താൻ പറ്റുമ്പോൾ അതാണ് ഞാൻ കൃത്യമായിട്ട് എനിക്ക് വിലയിരുത്തിയ ഒരു പ്രോഡക്ട്സിൽ കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്തൊരു വിലയിരുത്തൽ പറയാൻ പറ്റും എന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രമാണ് ഞാനതൊരു വീഡിയോ ആയിട്ട് ഇടുന്നത്. സോ യു ക്യാൻ ജെന്യുവൻലി ട്രസ്റ്റ് മീ. ഈ പ്രോഡക്ട്സ് എല്ലാം അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള മോശവും നല്ലതും എല്ലാം അത് വളരെ ജെന്യുവിനാണ്. അതിനുശേഷം ഞാൻ അവസാനം പറഞ്ഞിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഞാനത് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്ട്സാണ്. അത് ശരിക്കും ഞാൻ ഒരുപാട് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളോട് അതങ്ങനെ പറയുന്നത്. ഓക്കെ, സോ എൻ്റെ ഹോൾ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. ഞാനായിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഞാൻ എല്ലാത്തിലും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ സീരിയസ്നെസ് ഇല്ലാതെ ഏറ്റവും എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ ഗേർലി തിങ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സെൽഫിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്പേസാണ് എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ. സോ വെൽക്കം ടു ദിസ് സ്പേസ്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള റിവ്യൂസും ഇതിൽ ബ്യൂട്ടി പ്രൊഡക്ട്സ് മാത്രമല്ല, ഞാൻ എഡ്യൂക്കേഷണൽ കോണ്ടൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്, ലേഡി ശ്രീറാമിലാണ് പഠിക്കുന്നത്. സോ അത് ബേസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷണൽ കോണ്ടൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ എല്ലാം. സോ അത്രയേ ഉള്ളൂ. സോ ഇഫ് യു വിഷ് ടു സീ ദിസ് ടൈപ്പ് ഓഫ് ബ്യൂട്ടി എസ്തെറ്റിക് വീഡിയോസ്, ഫോട്ടോഗ്രാഫി, എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താ പറയുന്നത്, ഫോട്ടോഗ്രാഫി, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ, അതുപോലെ എഡ്യൂക്കേഷണൽ റിലേറ്റഡ് കോണ്ടൻറ്റ്, ക്രാഫ്റ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ മെൻ്റൽ ഹെൽത്ത്, ഓഫ് കോഴ്സ് മെൻ്റൽ ഹെൽത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ. അത്രേ ഉള്ളൂ. സോ സീ യു ഇൻ അനദർ വീഡിയോ ഗൈസ്. ബൈ ബൈ.